ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ റിവിഷൻ സീരീസിൽ ഇന്ന് നമുക്കൊരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 71. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 20% വിലക്കുറവിലാണ് ഒരു സാരി വിറ്റത്. കടയുടമയ്ക്ക് 20% ലാഭം ലഭിക്കുകയും സാരിയുടെ വില 500 രൂപയുമാണെങ്കിൽ മാർക്കറ്റ് വില എത്രയാണ്? ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 20% വിലക്കുറവിലാണ് ഒരു സാരി വിറ്റത്. അതായത് ഡിസ്കൗണ്ട് കൊടുത്തു. എത്രയാണ്? 20% ഡിസ്കൗണ്ട് കൊടുത്തു. പിന്നെന്താ പറയുന്നത്? കടയുടമയ്ക്ക് 20% ലാഭം കിട്ടി. അപ്പം ലാഭം കിട്ടിയത് 20%. അപ്പം സാരിയുടെ വില, അതായത് ഈ കടക്കാരൻ സാരി വാങ്ങിച്ച വില എന്ന് പറയുന്നത് എത്രയാണ്? വാങ്ങിയ വില കടക്കാരൻ ഈ സാരി വാങ്ങിച്ച വില എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 രൂപയ്ക്കാണ് ഈ കടക്കാരൻ സാരി വാങ്ങിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? അയാളൊരു വിലയിട്ടു. അതാണ് മാർക്കറ്റ് വില. അപ്പം അയാൾ ഇട്ട വില, ആ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മാർക്കറ്റ് വില എക്സ് എന്നെടുക്കാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാരി കടക്കാരൻ 500 രൂപയ്ക്ക് വാങ്ങിയിട്ട് അയാളൊരു വില ഇട്ടു. അതാണ് ഇത്. വിലയിട്ടിട്ട് അതിനകത്ത് 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ അയാൾക്ക് എത്ര ലാഭം കിട്ടി? 20% ലാഭം കിട്ടി. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വില കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് മാർക്കറ്റ് വിലയുള്ള ഒരു സാധനം അയാൾ എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുത്തത്? 20%. അപ്പം 80. 20% എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 20 കുറയ്ക്കുന്നു. 80% ഡിസ്കൗണ്ടിൽ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അയാൾക്ക് എത്ര ശതമാനമാണ് ലാഭം കിട്ടിയത്? 120. അതായത് 20% ലാഭം കിട്ടി. 100 + 20 ലാഭം കിട്ടുന്ന എന്ന് പറയുമ്പോൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം 120. പിന്നെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം അയാളൊരു മാർക്കറ്റ് പ്രൈസ് ഇട്ടു, അതിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം എത്ര കിട്ടിയെന്നാണ് പറയുന്നത്? 20% ലാഭം കിട്ടി. 500 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എക്സ് കിട്ടും. എക്സ് ആണ് ഇതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അപ്പം ചെയ്ത് നോക്കാം. ഇത് വെട്ടിപ്പോവും. = 120 × 5 600. സോറി, ഇവിടെ 8x എഴുതിയില്ല. x × 8 ആണ് 8x. എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങോട്ട് ഗുണിക്കാം. 8x = 600 × 10. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 600 × 10/8. എത്ര കിട്ടും? 2 കൊണ്ട് 4, 5, 2 300, 2 150. അപ്പം 150 × 5 = 750. എക്സ് എത്ര കിട്ടി? 750. അപ്പം 500 രൂപയുള്ള ഒരു സാരി അയാൾ വാങ്ങിച്ചത് 500 രൂപയ്ക്കാണ്. അതിന് 750 രൂപ ആ കടക്കാരൻ പ്രൈസ് ഇട്ടു, മാർക്കറ്റ് വിലയിട്ടു. എന്നിട്ടാണ് അതിന് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടി. അപ്പോൾ ആൻസർ 750. ആൻസർ ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? ഇനി അടുത്ത കണക്ക് നോക്കാം. 72. എ, ബി, സി എന്നീ 3 ബോക്സുകളിൽ 5:2:3 എന്ന അനുപാതത്തിൽ പന്തുകൾ അടങ്ങിയിരിക്കുന്നു. തുടർന്ന് ബിയിൽ നിന്നും 2 പന്തുകൾ എടുത്ത് സിയിലേക്ക് ഇട്ടു. പുതിയ അനുപാതം 3:1:2 ആണ്. അപ്പോൾ ആകെ എത്ര പന്തുകളാണ് ഉള്ളത്? അപ്പോൾ ചെയ്തു നോക്കാം.
എ ബി സി എന്ന 3 ബോക്സുകൾ. അതിനകത്ത് പന്തുകളുടെ അനുപാതം 5:2:3. ഈ അനുപാതത്തിൽ എന്തോ ഉണ്ട്? പന്തുകളുണ്ട്. അപ്പോൾ അനുപാതത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5x:2x:3x എന്ന് എഴുതാം. പിന്നെന്താ പറയുന്നത്? ബിയിൽ നിന്നും 2 പന്തിനെ എടുത്ത് സിയിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് 2 പന്തിനെ എടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ 2x-ലെ 2 എണ്ണം കുറയുന്നു, ബിയിലെ 2 പന്ത് കുറയുന്നു. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം 2x - 2. 2x - 2. അവിടുന്ന് 2 എണ്ണം കുറഞ്ഞു. അപ്പം ഈ 3x-ൽ എന്ത് പറ്റും? 2 എണ്ണം കൂടും. ബിയിൽ നിന്ന് സിയിലോട്ടാണല്ലോ കൊടുത്തത്. അപ്പം 3x - 2 എന്ന് കിട്ടി. ഇങ്ങനെയായി ഇപ്പോഴത്തെ അനുപാതം. 5x:2x - 2:3x + 2. അപ്പോൾ പുതിയ അനുപാതം കിട്ടി. എത്രയാണ്? 3:1:2. 3:1:2 എന്ന പുതിയൊരു അനുപാതം കിട്ടി. അപ്പോൾ ഇവിടുത്തെ 5x, അതായത് ഇവിടെ എയിൽ നിന്നും പന്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എടുക്കണ്ട. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ഈ ബിയും സിയും മാത്രം എടുത്താൽ മതി. ഇത് ബി, ഇത് സി. അപ്പോൾ അതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. 2x - 2 3x + 2 എന്ന് പറയുന്നത് പുതിയ അനുപാതം ഏതാണ്? 1:2 അല്ലേ? 1:2 പുതിയ അനുപാതം കിട്ടി. അപ്പോൾ ഇത് ഏത് ഫോമിലായി? A:B = C:D ആയി. A:D B:C. ഇത് ഇവിടെ ചെയ്യാം. 2x - 2 × 2 3x + 2 × 1 2 × 2x - 2 3x + 2. 3x + 2 × 1 3x + 2. ഈ 2 കൊണ്ട് ഇതിനെ 2നെയും കൂടെ ഗുണിക്കുന്നു. 4x - 2 × 2 4 3x + 2. അപ്പോൾ ഈ എക്സ് ഉള്ളതെല്ലാം ഒരിടത്തോട്ട് പോകുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് -x ആകുന്നു, -3x ആകുന്നു. അപ്പോൾ 4x - 3x x = ഈ -4 ഇപ്പുറത്ത് പോകുമ്പോൾ +4 ആകുന്നു. അപ്പോൾ 2 + 4 6. അപ്പോൾ എക്സിൻ്റെ വില ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 6 എന്ന് കിട്ടി. എക്സിൻ്റെ വില 6 എന്ന് കിട്ടി. ഈ വില ഇതിനകത്തെല്ലാം ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 6 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 5x + 2x + 3x എത്ര കിട്ടും? 10x എന്ന് കിട്ടും. ഇത് മൂന്നും കൂടെ അങ്ങ് കൂട്ടുക. 5x + 2x + 3x 10x. അപ്പോൾ എക്സ് കിട്ടി, 6 എന്ന് കിട്ടി. അപ്പോൾ 10 × 6 60. അപ്പോൾ 60 പന്തുകളാണ് ഉള്ളത്. 60 പന്തുകളാണ് ആ ബോക്സിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് മൂന്നും കൂടെ കൂട്ടി ആ എക്സിനകത്ത് എക്സിൻ്റെ വില 6 ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 5 × 6 അധികം 2 × 6 അധികം 3 × 6. അപ്പോൾ അത് ചെയ്ത് നോക്കുന്നതിനേക്കാൾ എളുപ്പം ഏതാണ്? ഇത് മൂന്നും കൂടെ 5x + 2x + 3x കൂട്ടിയിട്ട് 6 എക്സിൻ്റെ വിലയിൽ 6 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ 60. ആൻസർ ഓപ്ഷൻ ബി 60. 73. ജോണിക്ക് 40 ദിവസം കൊണ്ടും രാജുവിന് 48 ദിവസം കൊണ്ടും ബോബിക്ക് 60 ദിവസം കൊണ്ടും ഒരു ജോലി തീർക്കാൻ കഴിയും. അവർ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. തുടർന്ന് രാജു പോയി. അതിനുശേഷം ജോണിയും ബോബിയും 12 ദിവസം ഒരുമിച്ച് ജോലി ചെയ്ത ശേഷം ജോണി പോയി. ബോബിയുടെ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? ചെയ്തു നോക്കാം. അപ്പം പറയുന്നത് എന്താ? ജോണി 40 ദിവസമാണ് എടുക്കുന്നത്. രാജു 48 ദിവസം. ബോബി അതേ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 60 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇവരെ ഈ ജോലി പൂർത്തിയാക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷനുണ്ട്.
എ ഇൻറ്റു ബി ഇൻറ്റു സി ഡിവൈഡ് ബൈ എ ബി പ്ലസ് ആണ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അവർ ജോലി ചെയ്ത് തീർക്കും? ഓരോരുത്തരായിട്ട് ചെയ്യുമ്പോൾ 40, 48, 60 ദിവസം എടുക്കും. ഒരു 3 പേരുടെ ഒരുമിച്ച് നിന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. ഇതിലും കുറച്ച് ദിവസമേ എടുക്കത്തുള്ളൂ. അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വലിയ 40, 48, 60ഒക്കെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഗുണിച്ച് കൂട്ടിയൊക്കെ എടുക്കുമ്പോൾ വലിയ സംഖ്യകൾ കിട്ടും. അതിനെ ഭാഗിച്ചൊക്കെ എടുക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേറൊരു രീതിയിൽ ചെയ്ത് നോക്കാം. ഇതാണ് ഇക്വേഷൻ. ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ ഇതാണ് എളുപ്പം. അപ്പോൾ വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ജോണി ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്? 40 ദിവസം. രാജു ഒരു ജോലി ചെയ്യാൻ 48 ദിവസം എടുക്കും. ബോബി ഒരു ജോലി ചെയ്യാൻ 60 ദിവസം എടുക്കും. അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ച് ചെയ്യുന്നതിന് ഇതെല്ലാം 3 കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അന്നേരം ഒരു 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കിട്ടും. അപ്പോൾ ഭിന്നസംഖ്യ കൂട്ടാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുക്കണം. ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ രണ്ടെണ്ണം ആണെങ്കിലും അല്ലെങ്കിൽ 3 എണ്ണം ആയാലും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഗുണിച്ച് അങ്ങനെയൊക്കെ എടുക്കാം. ഇത് വലിയ സംഖ്യയാണ്. അപ്പോൾ അത് പാടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുക്കുക. 40, 48, 60ൻ്റെ LCM എടുക്കുക. 40, 48, 60. 2 കൊണ്ട് 20, 24, 30. വീണ്ടും 2 കൊണ്ട് 10, 12, 15. വീണ്ടും 2 കൊണ്ട് 5, 6, 15 ഒക്കത്തില്ല. അതുകൊണ്ട് അത് ഇനി എന്താണ്? 5 രണ്ടെണ്ണം ഉണ്ട്. 1, 6, 3. 3, 2, 1. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുന്നു. ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 240 എന്ന് കിട്ടി. അപ്പോൾ LCM 240 എന്ന് കിട്ടി. ഇപ്പുറത്തോട്ട് ചെയ്യാം. 240 നമ്മൾ ഛേദമായിട്ട് എടുക്കുന്നു. എന്നിട്ട് 240 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 240 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6, 4, 24. 6 എന്ന് കിട്ടും അല്ലേ? 6 കിട്ടും. 6നെ 1 കൊണ്ട് ഗുണിക്കുക. ഈ അംശം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് 1 ആയതുകൊണ്ട് അത് തന്നെ കിട്ടും. 2 ആയിരുന്നെങ്കിലോ 12 കിട്ടിയേനെ. ഇപ്പോൾ 1 ആണ്. അപ്പം 6 അധികം ഇനി ആരെയാണ്? 48 അല്ലേ? 240 48 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5നെ 1 കൊണ്ട് ഗുണിക്കുക. 5 അധികം ഇനി 60. 240 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6, 4, 24. 4 കിട്ടും. 4നെ 1 കൊണ്ട് ഗുണിക്കുക. 4. എത്ര കിട്ടും? 15 കിട്ടും അല്ലേ? 15/240 എന്ന് കിട്ടും. ഇനി 4 ദിവസമാണ് അവർ ഒരുമിച്ച് ജോലി ചെയ്തത് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കതിനെ 4 കൊണ്ട് ഗുണിക്കാം. 60 12 4. അപ്പം 4-1 കിട്ടും. അപ്പോൾ എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം? ജോണിയും രാജുവും ബോബിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്തത് ടോട്ടൽ വർക്കിൻ്റെ 4/1 ഭാഗമാണ്. 4/1 ജോലിയും ഇവർ 3 പേരും കൂടെ ഒരുമിച്ചങ്ങ് ചെയ്തു തീർത്തു. ആ ടോട്ടൽ ജോലിയുടെ 4/1 ആര് ചെയ്തു തീർത്തു? ഈ 3 പേരും കൂടെ 4 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. ഇനി എന്താണ് പറയുന്നത്? ഇനി പറയുന്നത് രാജു പോയി. അതിനുശേഷം രാജു അങ്ങ് പോയി. രാജുവിൻ്റെ കാര്യം വേണ്ട. ജോണിയും ബോബിയും 12 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അതിനുശേഷം ജോണി പോയി. അപ്പോൾ ജോണിയും ബോബിയും 12 ദിവസം കൊണ്ട് ചെയ്താൽ എത്ര ജോലി ചെയ്ത് തീർക്കും എന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജോണിയും ബോബിയും
12 ദിവസം കൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ജോലി ചെയ്യും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ജോണി 40 ദിവസം, ബോബി 60 ദിവസം അല്ലേ, 60 ദിവസമാണ് എടുക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എത്ര ദിവസമാണ് ജോലി ചെയ്തത്? 12 ദിവസമാണ് അവർ ഒരുമിച്ച് ജോലി ചെയ്തത്. 12 ദിവസം ജോലി ചെയ്തു. അപ്പോൾ ഈ ജോണിയും ബോബിയും ഒരുമിച്ച് ജോലി ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട്. XY ഡിവൈഡ് ബൈ X പ്ലസ് വൈ. ഈ ഇക്വേഷൻ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് വേണം? ഒരു ജോലി ചെയ്യാൻ ജോണിക്ക് 40 ദിവസം എടുക്കും, അതും ഒരു ജോലി ചെയ്യാൻ ബോബിക്ക് 60 ദിവസം എടുക്കും. അത് രണ്ടും കൂടെ കൂട്ടണം. അങ്ങനെയും ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ അതും ചെയ്യാം. ഇത് ഷോർട്ട് കട്ട്. അപ്പോൾ ഇത് 40ഉം 60ഉം ആയതുകൊണ്ട് ഇതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് എന്ന് പറയുന്നത് 40 ഗുണം വൈ 60 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ 100. അപ്പോൾ ഇത് തന്നെയായിരുന്നു എളുപ്പം. 24 എന്ന് കിട്ടി. 24 ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ 24 ദിവസം കൊണ്ട് അവർ ജോലി തീർക്കും. പകുതി ദിവസമാണ് ജോലി ചെയ്തത്. 12 ദിവസം ജോലി ചെയ്തെന്നല്ലേ പറഞ്ഞത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ജോലി ചെയ്യാൻ രണ്ടുപേരും കൂടെ 24 ദിവസം എടുക്കും. ഒരു 12 ദിവസം ജോലി ചെയ്തു. രണ്ടിലൊന്ന് പകുതി ജോലി, രണ്ടിലൊന്ന്. അപ്പം ജോണിയും ബോബിയും കൂടെ 12 ദിവസം കൊണ്ട് രണ്ടിലൊന്ന് ജോലി ചെയ്ത് തീർത്തു. അപ്പോൾ ആദ്യം നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 4/1. അവർ 3 പേരും കൂടെ 4 ദിവസം കൊണ്ട് 4/1 ജോലി ചെയ്ത് തീർത്തു. 3 പേരും കൂടെ. 2 പേര് എത്ര ദിവസം കൊണ്ടാണ്? 12 ദിവസം കൊണ്ട് 2/1 ജോലി ചെയ്ത് തീർത്തു. അപ്പോൾ ഇവർ ഈ 2 ജോലിയും കൂടെ കൂട്ടുമ്പോൾ ഇവർ രണ്ടുപേരും എത്ര ജോലി, ഒരു ജോലിയുടെ എത്ര ഭാഗം ചെയ്ത് തീർത്തു എന്ന് കിട്ടും. 4/1 അധികം 2/1. കാലും അരയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3/4. ഇനി ചെയ്യണോ? വേണമെങ്കിൽ ചെയ്യാം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 4 2 8, 4 അധികം 2 2. 6/8 3 4. 4/3. 3/4 ജോലി ഇവർ രണ്ടുപേരും കൂടെ, ഇത് രണ്ടും കൂടെ 3/4 ജോലി അങ്ങ് തീർന്നു. അപ്പോൾ ഒരു ജോലിയുടെ 3/4 ജോലി ഇപ്പം തീർന്നിരിക്കുകയാണ്. ഇനി എത്ര ജോലി ബാക്കിയുണ്ട്? 3/4 തീർന്ന് 4/1, അതായത് 1/4 ജോലിയാണ് ഇനി ബാക്കിയുള്ളത്. 4/1 വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ജോലിയാണുള്ളത്. അതിൽ 4/3 ജോലിയും ഇപ്പോൾ ഇവർ ചെയ്ത് തീർത്ത് കഴിഞ്ഞു. 1 മൈനസ് 4/3 എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഛേദം 1 തന്നെയാണ്. ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് ഗുണിക്കുക, ഇത് ഗുണിക്കുക. ചിഹ്നം അതുപോലെ ഇടുക. ആദ്യം 4 ഡിവൈഡ് ബൈ 4 ഗുണം 4 4 മൈനസ് 1 ഗുണം 3 3 4/1. അപ്പോൾ ഇനി ബാക്കി കിടക്കുന്ന ജോലി എന്ന് പറയുന്നത് എത്രയാണ്? 4/1. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്ത ജോലി എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അവർ 4 ദിവസം കൊണ്ട് ചെയ്ത എത്ര ആണെന്ന് കണ്ടുപിടിച്ചു. 4/1 ജോലിയാണ് അവർ ചെയ്ത് തീർത്തത്. 4 പേരും കൂടെ, 3 പേരും കൂടെ 4 ദിവസം കൊണ്ട്. പിന്നീട് 2 പേരും കൂടെ 12 ദിവസം കൊണ്ട് 2/1 ജോലിയും കൂടെ അങ്ങ് തീർത്ത്. അപ്പോൾ ടോട്ടൽ എത്ര ജോലി ചെയ്ത് തീർത്ത്? 4/3 ജോലി തീർന്ന് കിടക്കുവാണ്. ഇനി ബാക്കിയുള്ളത് 4/1, 1/4 ജോലിയേ ഇനി ബാക്കിയുള്ളൂ. അതാണ് ആർക്ക് ചെയ്യേണ്ടത്? ബോബിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. ഒരു ജോലി ചെയ്യാൻ ബോബിക്ക് 60 ദിവസം എടുക്കും. അതിനാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് 60 ദിവസം. ഒരു ജോലി ചെയ്യാൻ ബോബിക്ക് 60 ദിവസം എടുക്കും. ഇനി എത്രയാ ജോലിയാണ് ബാക്കിയുള്ളത്? 4/1 ജോലിയാണ് ഇനി ബാക്കി കിടക്കുന്നത്. അതാണ് ബോബി ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. ഒരു ജോലി ചെയ്യാൻ 60 ദിവസം എടുക്കുമെങ്കിൽ 4/1 ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എങ്ങനെ ചെയ്യാം? നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതി 60 ഗുണം 4. ഒരു ജോലി ചെയ്യാൻ 60 ദിവസമാണ്. അപ്പോൾ 4/1 അതിൻ്റെ 1/4 ജോലി ചെയ്യാൻ ഇതിലും കുറച്ച് ദിവസമല്ലേ എടുക്കൂ. അപ്പം 4/1 അംശമായിട്ട് എഴുതുന്നു. ഡിവൈഡ് ബൈ 1. അപ്പോൾ ഇങ്ങനെ ഭിന്നസംഖ്യകൾ ഭാഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കുക. 1 ആയതുകൊണ്ട് 4/1 പറഞ്ഞ് അങ്ങ് എഴുതിയാലും മതി.
വേറെ സംഖ്യകളായിരുന്നെങ്കിൽ ഇതിനെ തിരിച്ചിട്ട് അത് എഴുതാമായിരുന്നു. ഇതിപ്പോൾ ഒന്നല്ലേ, ഇതിന് താഴെ ഒന്ന് തന്നെ, തിരിച്ചിട്ട് ഗുണിച്ചാലും ഒന്ന് തന്നെ വരും. 60 ഗുണം 4 എത്രയാണ് കിട്ടുന്നത്? 2 30 15. അപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. അപ്പോൾ ബാക്കി ജോലി ചെയ്യാൻ ബോബി എടുക്കുന്ന ദിവസം എത്രയാണ്? 15 ദിവസമാണ് ബോബി എടുക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ആൻസർ 15. ആൻസർ ഓപ്ഷൻ എ 15. ഇത്രയേ ഉള്ളൂ. അടുത്ത കണക്ക് നോക്കാം. 74. 2 കുട്ടികൾ ക്ലാസ് വിട്ടപ്പോൾ ഒരു ക്ലാസ്സിലെ 20 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 1 കിലോഗ്രാം വർദ്ധിച്ചു. ആ 2 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആയിരുന്നുവെങ്കിൽ തുടക്കത്തിൽ ശരാശരി ഭാരം എത്രയായിരുന്നു? അപ്പോൾ ഇത് ചെയ്തു നോക്കാം. എന്താ പറയുന്നേ? 2 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 2 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം, 2 പേരുടെ ശരാശരി ഭാരമാണ് തന്നിട്ടുള്ളത്. 60 എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ ആകെ എത്രയായിരിക്കും? ആകെ ഭാരം എന്ന് പറയുന്നത്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഗുണം ശരാശരി ഗുണം എണ്ണം 2ആണ് ഇവരുടെ ആകെ ഭാരം. ആകെ ഭാരം എന്ന് പറയുന്നത് ശരാശരി ഗുണം എണ്ണം. അങ്ങനെയാണല്ലോ ആകെ കണ്ടുപിടിക്കുന്നത്. 6 12 120 കിലോഗ്രാമാണ് ഇവരുടെ 2 പേരുടെയും കൂടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? 20 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം, 20 പേരുടെ ശരാശരി ഇവിടെ തന്നിട്ടില്ല. 20 പേരുടെ ശരാശരി തന്നിട്ടില്ല. തന്നിട്ടില്ലാത്ത സംഖ്യകളൊക്കെ എക്സും വൈയോ എയോ ബിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്കിവിടെ എക്സ് എന്നെടുക്കുന്നു. 20 പേരുടെ ശരാശരി എക്സ് എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്തുമായിരിക്കും? ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 20 ഗുണം എക്സ്, അതായത് ശരാശരി എക്സ് എന്നെടുത്തു. എക്സ് ശരാശരി ഗുണം എണ്ണം 20 ഗുണം എക്സ്. അപ്പോൾ 20x അല്ലെങ്കിൽ എക്സ് ഗുണം 20, ഏതായാലും 20x എന്ന് എഴുതാം. 20x. അപ്പം 20 പേരുടെ ടോട്ടൽ 20x എന്ന് കിട്ടി. 2 പേരുടെ ടോട്ടൽ 120 കിലോഗ്രാം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 18 പേരുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20 പേരുടെ ടോട്ടലിൽ നിന്ന് 2 പേരുടെ ടോട്ടൽ കിട്ടിയത് അങ്ങ് കുറച്ചാൽ 18 പേരുടെ കിട്ടുമല്ലോ. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 18 പേരുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ പറഞ്ഞിട്ടുണ്ട് 2 വിദ്യാർത്ഥികൾ പോയപ്പോൾ, അപ്പോൾ 18 പേരായി. പോയപ്പോൾ 1 കിലോഗ്രാം ശരാശരി വർദ്ധിച്ചു എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ? പറയുന്നില്ലേ? 1 കിലോഗ്രാം ഭാരം വർദ്ധിച്ചു. 2 പേരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, അതായത് 18 പേര് ആയപ്പോൾ ശരാശരി നമ്മൾ എക്സ് എന്നായിരുന്നു എടുത്തത്. എക്സ് 1 കൂടി. എക്സ് 1 കൂടി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ എത്രയായിരിക്കും? ശരാശരി ഗുണം എണ്ണമാണ് ടോട്ടൽ എന്ന് പറയുന്നത്, ആകെ എന്ന് പറയുന്നത്. അപ്പോൾ ശരാശരി എക്സ് പ്ലസ് 1 ആണ്, അത് ഗുണം 18. എക്സ് പ്ലസ് 1 ഗുണം 18. ഇതാണ് 18 പേരുടെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 20 പേരുടെ ടോട്ടലിൽ നിന്ന് 2 പേരുടെ ടോട്ടൽ കുറച്ചാൽ 18 പേരുടെ ടോട്ടൽ കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. 20 പേരുടെ ആകെ ഭാരം 20x ആണല്ലോ, മൈനസ് 120. അതാരുടെയാ? 2 പേരുടെ ഭാരം. 20 പേരുടെ ഭാരത്തിൽ നിന്ന് 2 പേരുടെ ഭാരം കുറച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? 18 പേരുടെ ആകെ ഭാരം കിട്ടും. 18 പേരുടെ ആകെ ഭാരം എത്രയാണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു 18 ചെയ്യാം. 20x മൈനസ് 120 സമം 18 കൊണ്ട് എക്സും 1. 18x അധികം 18 അല്ല, ഇങ്ങോട്ട് എഴുതാം. ഇവിടെ സ്ഥലം ഒട്ടുമില്ല. 20x
മൈനസ് 120 സമം 18x അധികം 18. ഇതിന് എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ശരാശരി കിട്ടും. 18 18നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. 20x മൈനസ് 18 2x കിട്ടി അല്ലേ? കിട്ടുമല്ലോ. 18നെ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടു മൈനസ് ആയി ചിഹ്നം. 20x മൈനസ് 18x 2x സമം 120നെ ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പം ഇവിടെ ചിഹ്നം മൈനസ് ആണ്, ഇവിടെ വരുമ്പോൾ പ്ലസ് ആകുന്നു. അപ്പോൾ 120 അധികം 18 എത്രയാണ്? 138. 2x 138 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 138 ഡിവൈഡഡ് ബൈ 2 6 9 69. അപ്പം 69 20 പേരുടെ ശരാശരി. 20 പേരുടെ ശരാശരി എത്ര എന്നല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായല്ലോ? രണ്ട് കണക്കും നല്ല രണ്ട് കണക്കുകളാണ്. നല്ലപോലെ നോക്കി വെച്ചേക്കുക. അടുത്ത കണക്ക് 75. എക്സിൻ്റെ 40% വൈ ആയിരിക്കട്ടെ. എക്സ് പ്ലസ് വൈ എന്നത് ഇസഡിൻ്റെ 70% ആകട്ടെ. അപ്പോൾ വൈ എന്നത് ഇസഡിൻ്റെ എത്ര ശതമാനമാണ്? ചെയ്തു നോക്കാം. അപ്പം എന്താ പറയുന്നത്? എക്സിൻ്റെ 40% വൈ ആയിരിക്കട്ടെ. എക്സിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഗുണനം. എക്സിൻ്റെ 40% എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100. വൈ ആണ്. എക്സിൻ്റെ 40% വൈ ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത് ആദ്യം. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. 2 കൊണ്ട് 5 2. എങ്ങനെ കിട്ടി? 2x 5 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു വൈ. അതായത് വൈ എന്ന് പറയുന്നത് 2x ബൈ 5. വൈ എന്ന് പറയുന്നത് 2x ബൈ 5. ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് കിട്ടി. ആദ്യത്തേത് കിട്ടി. വൈ എന്ന് പറയുന്നത് 2x ബൈ 5. അത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി എന്താ പറയുന്നത്? എക്സ് പ്ലസ് വൈ എന്നത് ഇസഡിൻ്റെ 70% ആകട്ടെ. അത് ചെയ്യാം. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇസഡിൻ്റെ 70% അല്ലേ പറയുന്നത്? വെട്ടിപ്പോയി. എക്സ് പ്ലസ് വൈ സമം 7z ഡിവൈഡ് ബൈ 10. ഇങ്ങനെ കിട്ടി. ഈ വൈ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2x ബൈ 5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിവിടെ ഇട്ട് കൊടുക്കാം. എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ കൊടുക്കുന്നത്? 2x ബൈ 5 ഈക്വൽ ടു ഇസഡ് ഇൻറ്റു 7 ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇതിനെ കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ ഛേദം 1 ഇങ്ങനെ അല്ലേ? 5x 5 ഗുണം x 5x അധികം 2 ഗുണം 1 2x 2x ഗുണം 1 2x സമം 7z ഡിവൈഡ് ബൈ 10. ഇങ്ങനെ കിട്ടും. 5x അധികം 2x 7x. 7x ഭാഗം 5 ഈക്വൽ ടു 7z ബൈ 10. ഇതിനെ ഗുണിക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? 70x ഈക്വൽ ടു 35z എന്ന് കിട്ടും. അപ്പോൾ ഈ 35 കൊണ്ട് ഇതിനെ രണ്ടിനെ ഭാഗിക്കുന്നു. 70നെയും 35നെയും ഭാഗിക്കുന്നു. കാരണം ഇത് ചെറുതാക്കാൻ വേണ്ടി. അപ്പം 2x ഈക്വൽ ടു z എന്ന് കിട്ടി. അപ്പോൾ 2x ഈക്വൽ ടു z. z എന്ന് പറയുന്നത് 2x ആണ് എന്ന് കിട്ടി. ഇനി എന്താ പറയുന്നത്? y എന്നത് ഇസഡിൻ്റെ എത്ര ശതമാനമാണ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത്, അപ്പോൾ y നമുക്ക് എങ്ങനെ എഴുതാം? y എങ്ങനെ കണ്ടുപിടിച്ചത്? 2x ബൈ 5 എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ?
2x/5 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 2x എന്ന് പറയുന്നത് z ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ, y = z/5 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം, y = z/5. y എന്നത് z-ൻ്റെ എത്ര ശതമാനമാണ്. അപ്പോൾ z 100 ശതമാനം എന്നല്ലേ പറഞ്ഞേക്കാം. 100 എടുത്തു കഴിഞ്ഞാൽ 100/5 എത്ര കിട്ടും? 20. y എന്ന് പറയുന്നത് എത്രയാണ്? 20. y = 20%. മനസ്സിലായല്ലോ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്, 20%. ഇനി അടുത്ത കണക്ക് 76. ഒരാൾ പി എന്ന സ്ഥാനത്ത് നിന്നും നടക്കാൻ തുടങ്ങി. അയാൾ 15 മീറ്റർ വടക്കോട്ട് നടന്നു, വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു, വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു, വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു, വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. ഇപ്പോൾ അവൻ്റെ സ്ഥാനം. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കണക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ദിക്കടയാളപ്പെടുത്താം. സൗത്ത്, നോർത്ത്. ഇനി ചെയ്തു തുടങ്ങാം. ഒരാൾ പി എന്ന സ്ഥലത്ത് നിന്നും നടക്കാൻ തുടങ്ങി. 15 മീറ്റർ വടക്കോട്ട് നടന്നു. പിന്നെന്താ പറയുന്നത്? വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ. നടന്നു. പിന്നീട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. 50 മീറ്ററാണ് നടന്നത്. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. 5 മീറ്റർ നടന്നു. ഇപ്പോൾ അവൻ്റെ സ്ഥാനം ഇതാണല്ലോ സ്ഥാനം. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 20 15 ഇവിടം വരെ 15. അപ്പോൾ ഇവിടെ 5 ഇങ്ങനെ അങ്ങ് പോകും. എത്ര ദൂരമുണ്ട്? ഇവിടം വരെ 25, ഇവിടം വരെ 25. അപ്പോൾ ഇതും 25. അപ്പോൾ 25 മീറ്ററാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അകലം വരുന്നത്. എങ്ങോട്ടാണ് നിൽക്കുന്ന സ്ഥാനം? പിയിൽ നിന്നും എങ്ങോട്ടാണ് നിൽക്കുന്നത്? വെസ്റ്റാണ് അല്ലേ, പടിഞ്ഞാറ്. 25 മീറ്റർ പടിഞ്ഞാറാണ്. പിയിൽ നിന്നും 25 മീറ്റർ പടിഞ്ഞാറ്. നോക്കാം. ആൻസർ പിയിൽ നിന്നും പടിഞ്ഞാറോട്ട് 25 മീറ്റർ ഉണ്ട്. ഓപ്ഷൻ ബി. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത 77. ക്ലോക്കിലെ കൃത്യമായ സമയം 6:40 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണ്? ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കണക്ക് ചെയ്ത് നോക്കാം. 30h മൈനസ് 11/2 മിനിറ്റ്. 30 ഗുണം h എന്ന് പറയുന്നത് എത്രയാണ്? 6:40 അല്ലേ പറഞ്ഞേക്കുന്നത്. 6 മൈനസ് 11/2 ഗുണം 40, 20, 180 മൈനസ് 220. ആദ്യം വലിയ സംഖ്യ എഴുതി കുറയ്ക്കാം. 220 മൈനസ് 180, 40 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി. അടുത്താണ് 78. RJEKD എന്നാൽ ഫൈറ്റ് ആണെങ്കിൽ ഡാഷ് എന്ത് സെയിൻ്റ് ആണ്? അപ്പോൾ ചെയ്ത് നോക്കാം. അത് തന്നെ നമുക്ക് ആൽഫബറ്റ് എഴുതുക. ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈറ്റ്, ഇപ്പോൾ എഫിൻ്റെ കോഡായിട്ട് വരുന്നത് 6, ഇതിന് താഴെ വരുന്ന 6 അല്ലേ. അപ്പോൾ അത് ഒരുപാട് വ്യത്യാസമുണ്ട് എഫും 6ഉം തമ്മിൽ.
അപ്പോൾ അതിലും എഫിനേക്കാൾ അടുത്ത് നിൽക്കുന്ന ഏതാണ്? ഡി ആണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധം വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് ബന്ധം വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബന്ധം വരുന്നത്. അപ്പോൾ ഇത് നോക്കാം. എഫും ഡിയും തമ്മിൽ -2 വ്യത്യാസം. ഐയും കെയും തമ്മിൽ +2. പിന്നീട് ജിയും ഇയും തമ്മിൽ -2. എച്ചും ജെയും തമ്മിൽ +2. ടിയും ആറും തമ്മിൽ -2. അപ്പോൾ -2 +2 -2 +2 അങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സെയിൻ്റ് ആണ് അല്ലേ? SAINT. അപ്പോൾ ആദ്യം എസ് വരുന്ന -2 ആയിരിക്കും അല്ലേ? -2 എന്ന് പറയുമ്പോൾ ക്യൂ വരും. ഇനി എ വരുന്നത് +2 ആണ്. സി വരും. പെന്നിൻ്റെ സ്ഥാനത്ത് സി വരും. ഐയുടെ സ്ഥാനത്ത് എന്തായിരിക്കും വരുന്നത്? -2 ആണ് വരുന്നത്. ജി വരും. പിന്നെ എന്നിൻ്റെ സ്ഥാനത്ത് +2 വരും. n +2 പി. ടിക്ക് പകരം -2 ആണ് വരുന്നത്. 6 വരും. അപ്പം RPGCQ എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നോക്കാം. ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത്. റിലേഷൻ വരുന്നത് ഇങ്ങനെ. RPGCQ ആൻസർ. RPGCQ ആൻസർ ഓപ്ഷൻ ടി. അടുത്ത ക്വസ്റ്റ്യൻ 79. വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക. 3, 7, 19, 31 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമ്മളൊക്കെ എഴുതി നോക്കാം. 2ൻ്റെ സ്ക്വയർ -1 3. 2ൻ്റെ ക്യൂബ് -1 7. 2 4 - 1 15. 16 - 1. ഇനി 2 5 - 1 എത്രയാണ് കിട്ടുന്നത്? 32 ആണ് കിട്ടുന്നില്ലേ? 32 - 1 32 - 1 എന്ന് പറയുന്നത് 31 ആണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടെ വന്ന 3 ഉണ്ട്, 7 ഉണ്ട്, 19 ആണ് അവിടെ വ്യത്യാസമായിട്ട് വന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 19. അടുത്ത 80. 1999 ഡിസംബറിലെ ആദ്യ തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ 2001 ജനുവരി 3 ആഴ്ചയിലെ ഏത് ദിവസമാണ്? ചെയ്തു നോക്കാം. അപ്പോൾ പറയുന്നത് 1999 ഡിസംബർ 1 എന്ന് പറയുന്നത് എന്താണ്? തിങ്കളാഴ്ചയാണെന്നാണ് പറയുന്നത്. തിങ്കളാണ്. 1999 ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2000 ഡിസംബർ 1 ഏതാഴ്ചയായിരിക്കും? ഇത് അതിവർഷമാണ്, ഡിസംബറുമാണ്. അപ്പം തിങ്കളിൻ്റെ കൂടെ 2 കൂട്ടണം. ചൊവ്വ ബുധനാണ്. ബുധൻ. 2000 ഡിസംബർ 1 കിട്ടി. ഇനി എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? 2001 ജനുവരി 3 കണ്ടുപിടിക്കേണ്ടത്. ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2000 ഡിസംബർ 1 കിട്ടി. അപ്പം എത്ര ദിവസമുണ്ട് ബാക്കി? 30 ദിവസം. ബുധനായി 30 ദിവസമുണ്ട് ബാക്കി. അതിൻ്റെ കൂടെ 3 ദിവസം, ജനുവരിയുടെ 3 ദിവസവും കൂടെ കൂട്ടുന്നു. 33 33നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു ശിഷ്ടം കൂട്ടിയാൽ ദിവസം കിട്ടും. 33 7 7 4 28 ശിഷ്ടം 5.
5 ശിഷ്ടം കിട്ടി. അപ്പം ബുധൻ്റെ കൂടെ 5 കൂട്ടുക. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ ആൻസർ തിങ്കളാണ്. ഓപ്ഷൻ ബി തിങ്കൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കണക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.